ഏയ്, പ്രിയ പ്രിയ, എറിയരുത്, എറിയരുത്. എന്താ ഇത്? എന്തായി കാണിക്കണ്ട പ്രിയ? പ്രിയ പ്രിയ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. യു ആർ എ ചീറ്റ്. എന്നെ സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ട് ആ തക്കം നോക്കി അവളുടെ കൂടെ ചിരിച്ച് കളിച്ച്. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പ്രിയ, അത് വളരെ ആക്സിഡന്റലായി സംഭവിച്ചതാ. പ്ലീസ് ബിലീവ് മീ. നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഇത്രയും നാൾ നിങ്ങൾ ഞാൻ എന്നെക്കാൾ കൂടുതൽ സ്നേഹിച്ചു. അതിന് നിങ്ങൾ എനിക്ക് പകരം തന്ന ഇതാ. എനിക്കറിയാം, എന്നെ നിങ്ങൾ ചീറ്റ് ചെയ്യായിരുന്നു. എന്റെ പൈസക്ക് വേണ്ടിയാ നിങ്ങൾ എന്നെ വിവാഹം ചെയ്തത്. ഐ നോ. പ്രിയ, പറഞ്ഞു പോകുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ വാക്കുകൾക്കാണല്ലേ കുറ്റം, നിങ്ങളുടെ പ്രവർത്തിക്കൊന്നുമില്ല. നിങ്ങൾക്കൊരുത്തിയെ കല്യാണം കഴിച്ച് വിട്ടിയാക്കി വീട്ടിലിരുത്താം, എന്നിട്ട് വേറൊരുത്തിയും കൊണ്ട് കാറിൽ ചിരിച്ചു കളിച്ച് പോവാം. എവിടെയായിരുന്നു നിങ്ങൾ? ഓഫീസിൽ നിന്ന് 2 മണിക്കൂർ മുമ്പ് ഇറങ്ങിയല്ലേ? അത്രയും നേരം അവളുടെ കൂടെ എവിടെയായിരുന്നു? അവളുടെ വീട്ടിലോ, അതോ ഓഫീസിലോ, അതോ ഹോട്ടലിലോ? നോക്കിക്കോ, എന്നെ വഞ്ചിക്കുന്നതിന് ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ഞാൻ അത്രയ്ക്ക് ഹരിയെ സ്നേഹിച്ചു. എന്നിട്ട് ഹരി എനിക്ക് പകരം തന്നത് ഈ വഞ്ചനയാ. ദൈവം ചോദിക്കും. നോക്കിക്കോ. അച്ഛൻ കാരണം ഞാനൊന്നൊരു കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വന്നനെ. ഞാൻ കാരണം? അച്ഛൻ ഇറക്കിവിട്ടത് കാരണം ഡോളി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടല്ലോ. എങ്ങനാ അവള് ശ്രമിച്ചത്? ഉറക്ക ഗുളിക കഴിച്ചതാ. എത്ര എണ്ണം കഴിച്ചു? അത് പിന്നെ അവക്കേ അറിയൂ. അവള് മിടുക്കിയ. ജീവിതം ഒരിക്കലേ ഉള്ളൂന്ന് അവക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 ഗുളിക അവള് കഴിച്ചു കാണും. ഏതായാലും നല്ലതുപോലെ ഉറക്കം കിട്ടിക്കാണും. നീ ഏതായാലും ആശുപത്രിയിൽ അവൾ അടുത്തിരുന്നില്ലേ? പിന്നെ അല്ലാതെ വേറെ എന്ത് വഴി? വേറെ വീട് ശരിയാക്കി കൊടുത്തു കാണും അല്ലേ? ആ പാവത്തിന് അന്തി ഉറങ്ങാൻ ഒരിടം വേണ്ടേ? പിന്നെ അല്ലാതെ. അതെ, പിന്നല്ലാതെ നീ എന്ത് ചെയ്യാനാ? നിനക്ക് അവളോടൊരു കടപ്പാടുണ്ടല്ലോ. ഏതായാലും വീടെടുത്തു കൊടുത്തതൊക്കെ നന്നായി. ഇനി നിനക്ക് ഇടയ്ക്ക് അവിടെയും പോയി വിശ്രമിക്കാമല്ലോ. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം. 2 വീടെന്ന് പറയുമ്പോൾ 3 കുടുംബത്തിൻ്റെ ചെലവാ. ബിസിനസ്സുകാർക്കേ ചെറിയ ചെറിയ ചെലവുകളാ വലിയ നഷ്ടമായി തീരുന്നത്. അതൊക്കെ ഞാൻ അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അച്ഛൻ അറിഞ്ഞൂടാ, അത്തരം കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാ. അതത്ര എളുപ്പമല്ല. ജീവിതം ഒരുപാട് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാ മോനെ. കാശുള്ളവർക്ക് മുമ്പിലും പിമ്പിലും കണ്ണു വേണം. കത്തി നിൽക്കുമ്പോൾ പലരും സ്നേഹിക്കാൻ വരും. അത് പക്ഷേ നിന്നോടുള്ള സ്നേഹമാണോ പണത്തോടുള്ള സ്നേഹമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ പണം ഇല്ലാതാകുന്ന കാലം വരെ കാത്തിരിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ അതിനേക്കാൾ സങ്കടം വേറൊന്നും കാണത്തില്ല. ഡോളി വളരെ റിലയബിൾ ആണ് അച്ഛാ. എനിക്ക് അനുഭവമുണ്ട്. എത്ര ലക്ഷം വേണമെങ്കിലും അവളെ വിശ്വസിച്ചേൽപ്പിക്കാം. നല്ലത്. പക്ഷേ റിലയബിളായ ഒരാൾ ഒരിക്കലും ഉറക്ക ഗുളിക കഴിച്ച് പെട്ടെന്ന് മരിക്കാൻ ശ്രമിക്കത്തില്ല. അത് മോൻ മറക്കരുത്. നിന്റെ ജീവിതം നീ തന്നെ ജീവിച്ചേ ജീവിതം എന്തെന്ന് പഠിക്കാൻ പറ്റൂ. അതിൽ അച്ഛൻ ഇടപെടുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. നമ്മൾ സൂക്ഷിക്കേണ്ട സ്വത്തും നമ്മൾ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളും നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അപകടമാവും. നിന്നോടും കൂടാ പറഞ്ഞത്. ഭർത്താവ് ഭാര്യയുടെ പ്രധാന സമ്പത്താ. സംശയം ഉണ്ടെങ്കിൽ
നിന്റെ അമ്മയോട് ചോദിക്കാൻ. ആരും ഇല്ലേടി ഇവിടെ? പുറത്തോട്ടിറങ്ങി വാടി മീൻകാരി. ആഹാ, കളിച്ച് കളിച്ച് രാമേശ്വരൻ നായരോടാണോടി ഇതിന്റെ കളി? ഓ, എന്റെ രക്തം തിളയ്ക്കുന്നു. ഇടി ഇവിടെ ആരും ഇല്ലേ എന്ന? എവിടെ പോയി ഒളിച്ചടി? എവിടെ പോയി ഒളിച്ചാലും ഈ രാമേശ്വരൻ നായർ പിടികൂടിയിരിക്കും. ഏത് തലയ്ക്ക് സ്ഥിരമില്ലാത്തവനാടാ നാരായണിയുടെ ഉമ്മറത്ത് വന്ന് വിളിച്ചു പോകുന്നത്? തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഇങ്ങോട്ട് കേറി വാടാ. ആഹാ, വെറും ഒരു മീൻകാരിക്ക് ഇത്രയും അഹങ്കാരമോ? ഇന്ന് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കൂടി. ഇങ്ങോട്ടിറങ്ങി വാടി ചുണയുണ്ടെങ്കിൽ മുറ്റത്തോട്ടിറങ്ങ്. ഇറങ്ങിയോ? ഇറങ്ങി. നാരായണിക്ക് ചുണയ്ക്ക് ഒരു കുറവില്ലടാ. എടാ, നീ പരിസരത്തൊന്ന് ചോദിച്ചു നോക്ക്. എന്റെ വീടിന്റെ പടിക്കല് വന്ന് എന്നെ ചീത്ത വിളിച്ച ആരെങ്കിലും ജീവനും കൊണ്ട് തിരിച്ചു പോയിട്ടുണ്ടോന്ന്? നിന്നെ ഞാൻ ഇന്ന് ഈ ചൂലോണ്ട് അടിച്ചു കൊല്ലും. എന്റെ മോൻ കൊണ്ടുവന്ന സ്വർണ്ണമാല മോട്ടിച്ച നിന്നെ ഞാനും അടിച്ചു കൊല്ലും. മാലക്കള്ളി. എന്താ വിളിച്ചത്? കള്ളി കള്ളി മാലക്കള്ളി. കിളവ, തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ കള്ളീന്ന് വിളിച്ചാലുണ്ടല്ലോ അടിച്ച് നിന്നെ ഞാൻ. തന്റെ എന്തോടാ ഞാൻ കട്ടത്? നാരായണി 14-ാം വയസ്സിൽ മീൻകൊട്ടയും ചുമന്ന് ചന്തയിലേക്ക് ഇറങ്ങിയവളാ. ഇന്ന് വരെ അധ്വാനിക്കാതെ ഒരു നേരത്തെ ആഹാരം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഇന്ന് പിന്നെ എന്റെ മരുമോള് കൊച്ച് എന്നോട് ജോലി എടുക്കണ്ടെന്ന് പറയുന്നത് കൊണ്ടാ ഞാൻ ഈ വീട്ടിലിരിക്കുന്നത്. ആ എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ കട്ടത് നിന്റെ മറ്റോളയക്കടാ പാരട്ടക്കളവ. കണ്ടോ കണ്ടോ, അവള് കള്ളം പറയുന്നത് കണ്ടോ? എന്റെ മോൻ സുനിൽകുമാർ കൊണ്ടുവന്ന മാല നീ അടിച്ചു മാറ്റിയത് കള്ളവല്ലോടി. അതിനല്ലോടി മോഷണം എന്ന് പറയുന്നത്. തന്റെ മോൻ സുനിൽ കുമാറോ? ഏത് കുമാറ്? എടോ, ഇവിടെ എന്റെ മോൻ മുരളി മാത്രമേ ഉള്ളൂ. നിന്റെ മോനൊരു പെണ്ണിനെ കട്ടോണ്ട് വന്നില്ലയോ? മോഷണം നിങ്ങളുടെ പാരമ്പര്യ തൊഴിലല്ലോടി. മോൻ പെണ്ണിനെ കെട്ടു, അമ്മ പെണ്ണു കൊണ്ടുവന്ന മാല കെട്ടു. എന്റെ മോൻ കട്ടോണ്ട് വന്നതൊന്നല്ല, അവൾ അവന്റെ കൂടെ ഇറങ്ങി വന്നതാ. അവൻ അവളെ മാന്യമായിട്ട് കല്യാണവും കഴിച്ചു. പിന്നെ എന്റെ ചില ബുദ്ധിക്കുറവ് കൊണ്ട് ചില ഈശാപോശങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതിന്റെ പേരിൽ ഇല്ലാവചനങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. എടീ, എന്റെ മോൻ നിന്റെ മരുമോക്ക് കൊടുത്ത മാല നീ അടിച്ചു മാറ്റിയതിനെ പറ്റിയാ ഞാൻ പറയുന്നത്. 5 പവന്റെ സ്വർണ്ണമാല എന്റെ മോൻ സുനില് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. അത് അവന്റെ മുമ്പ് കരഞ്ഞു വിളിച്ച് അവള് മേടിച്ചതാ. അത് അവൻ എനിക്ക് തരാൻ കൊണ്ടുവന്ന മാലയാ. എന്റെ ഷഷ്ടിപ്ത മൂർത്തിക്ക് അച്ഛന്റെ കഴുത്തിലിടാൻ ഒരു മാല കൊണ്ടുവരാം അച്ഛാ എന്ന് 50 തികഞ്ഞപ്പോഴേ അവൻ പറഞ്ഞതാ. അത് ശരി, അങ്ങനെ വരട്ടെ. അപ്പൊ വിനീതയുടെ അമ്മാവനാണോ? അത് പിന്നെ നേരത്തെ പറയണ്ടായോ? പക്ഷെ നിങ്ങളുടെ മാല ആര് മോഷ്ടിച്ചു? അത് ഞാൻ അപ്പോഴേ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നല്ലോ. നിങ്ങളുടെ മോൻ ഏതാണ്ട് കേസിൽ പോലീസ് പിടിച്ചെന്നോ അവൻ ഓടിപ്പോയെന്നോ അവന്റെ ഭാര്യയും കൊച്ചും പട്ടിണിയാണെന്നൊക്കെ വിനീത പറഞ്ഞുവല്ലോ. അത് കേട്ടപ്പോഴാ ഞാൻ അത് കൊടുത്തു വിട്ടത്. അതെ, എന്റെ മോന് കല്യാണ സമയത്ത് കിട്ടിയ സമ്മാന. അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഇവളുടെ ഒരു വർത്തമാനം കേട്ടില്ലയോ? എടി, ആ മാല നീ എടുത്തുരുക്കി വിറ്റിട്ട് മുക്കുവണ്ട വല്യോ തിരിച്ചു തന്നത്. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. പിന്നെ സ്വർണ്ണമാല എങ്ങനെ മുക്കുമാലയാ? അത് ചെന്ന് തന്നെ മറ്റോളോട് ചോദിക്കണോ? മുക്കുകൊണ്ടും തന്ന എന്റെ മോനെ കളിപ്പിച്ചിട്ട് ഇപ്പൊ നാള് കളിക്കുന്നു. എനിക്ക് പോടേന്റെ മുമ്പിന്ന്. ഇല്ല, ഞാൻ പോകത്തില്ല. എന്റെ മാല കിട്ടാതെ ഞാൻ പോകത്തില്ല. ഇയാള് പോകത്തില്ല? ഇല്ല ഇല്ല, വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ഉറപ്പാണോ? ഉറപ്പാ. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഇന്നടാ നിന്റെ മാല. ഞാൻ പോയി.
കേൾക്കേണ്ടത്. എടാ, തന്നെ ഇന്ന് ഞാൻ കൊല്ലും. ആ, താൻ ഇന്ന് മര്യാദയ്ക്ക് നടന്നു വന്ന് പോവില്ല. താൻ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? എടാ, അയ്യോ അമ്മാവനെന്താ എവിടെ ഇങ്ങനെ നിൽക്കുന്നേ? നിന്റെ അമ്മാവനായതുകൊണ്ടായി ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ കാര്യം തല്ലി ഓടിച്ചാന്. കൊള്ളും കുടിച്ചോണ്ട് വന്ന് ഇല്ലാത്തത് പറയുന്നു. ഹൂ, ഇന്റെ കൈ തരിക്കുന്നു. അമ്മ ഒന്നും മിണ്ടാതിരി. അമ്മാവൻ അകത്തോട്ട് കയറിയിരിക്കെ. വാ ഞാൻ ചായ എടുക്കാം. അമ്മാവൻ വാ. വേണ്ട, ഒന്നും വേണ്ട. നിന്റെ അമ്മാവൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടേണ്ടുന്ന ബഹുമാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, പറയാൻ പാടില്ലാത്ത പലതും ഈ സ്ത്രീ എന്നോട് പറഞ്ഞു. ഇയാൾ എന്നോടൊന്നും പറഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മറന്നുകളാ. അമ്മാവൻ കയറിയിരിക്കെ. ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയരുത്. അമ്മാവൻ ചായെങ്കിലും കുടിച്ചിട്ടേ പോവൂ. വാ. ഹ, ചായ ഇടാൻ പാലില്ലല്ലോ മോളെ. സാരമില്ല, എനിക്ക് കട്ടൻ ചായയാ ഇഷ്ടം. വാ. ഹ, ഇതെന്തൊരു കഷ്ടമാണിത്. ആ, കുറച്ച് അവരിരിപ്പുണ്ട്. തിന്നുവോ ആവോ? തിന്നും. ഇന്നലെ നനച്ചതാ. എന്നാലും തിന്നും. പഴയതാ എനിക്കിഷ്ടം. ചേട്ടാ പൈസ തന്നിട്ട് പോ. പൈസ തരാം ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, കയ്യൊന്നുവിട്. അമ്മോ 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 എടി അമ്മോ അമ്മോടെ മോളുണ്ട്. ആ ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 100 രൂപ തന്നെ. ആ ഓട്ടോക്കാരനോട് തരും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അമ്മോ അമ്മോ എടി അമ്മോ. എന്താ വല്യേട്ട ഇങ്ങനെ? പിടിക്കണ്ട പിടിക്കണ്ട. എനിക്ക് കുറച്ച് കാശ് വേണം. നോക്കണ്ട, നല്ല പോലെ കുടിച്ചിട്ടുണ്ട്. മൂക്കറ്റം ഫിറ്റാ. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. വാ. അതെ, പുതിയ കാര്യം തന്നെയാ. കാര്യം നേരത്തെ ഞാൻ കുടിച്ചിരുന്നു, പക്ഷെ ഇത്രയും ഫിറ്റായിട്ടില്ല. ഇങ്ങനെ രാവിലെ മുതൽ ഫിറ്റായി കിടക്കുന്നത് പുതിയ കാര്യം തന്നെയാ, പുതിയ ശീലമാ. ഇത് നിന്റെ ചേട്ടത്തി പഠിപ്പിച്ചതാ. കുടിക്കാൻ ഒരു കാരണം എല്ലാവരും പറയും. ഒന്നുകിൽ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാര്, അതും അല്ലെങ്കിൽ വേറെന്തെങ്കിലും. എനിക്കിതൊന്നും കേൾക്കണ്ട. ചേട്ടത്തി പുതിയ ശീലം പഠിപ്പിച്ചെങ്കിൽ വലിയേട്ടൻ കൊച്ചുകുഞ്ഞൊന്നും അല്ലല്ലോ. യാതൊരു ആലോചനയില്ലാതെ പഠിച്ചങ്ങ് പ്രാക്ടീസ് ചെയ്യാൻ. അവനവന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കില്ല വലിയേട്ടാ. എവിടെ പോയി ഒളിച്ചിട്ടും രക്ഷയില്ല. അത് മനസ്സിൽ വെക്കുന്നത് നല്ലതാ. ഞാനേ ഇപ്പോൾ നിന്റെ ഉപദേശം കേൾക്കാൻ വന്നതല്ല. എനിക്ക് കുറച്ച് പൈസ വേണം. ആ വിഷ്ണു, എനിക്ക് കുറച്ച് കാശ് വേണം. ഒരു 2 lakhs. നിനക്കിപ്പോൾ നല്ല സ്ഥിതിയാണല്ലോ, കടമായിട്ട് മതി. എൻ്റെ കുറേ ചില്ലറ കടങ്ങൾ വിട്ടാന്ന് വിചാരിച്ചിട്ടാ. വല്യേട്ടന്റെ കടക്കാരാരാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിക്കോളാം. പക്ഷെ ബാറിലും ഷാപ്പിലും ഉള്ള കടങ്ങളെ അത് സ്വയം വീട്ടിക്കോണം. എടി എങ്ങനെ വീട്ടും? എനിക്കിപ്പോൾ എന്താ വരുമാനം? എനിക്ക് ജോലിയുണ്ടോ? ഉണ്ടോന്ന്? എൻ്റെ കമ്പനി എൻ്റെ ഭാര്യയും ആ നന്ദുറാസ്കലും കൂടി തട്ടിയെടുത്തില്ലേ? എനിക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. എന്നാ എനിക്കുണ്ട്, കേട്ടോ. നിന്റെ വലിയാങ്ങളയ്ക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു, കുടുംബ ബിസിനസ് ഉണ്ടായിരുന്നു, റോയൽ കൺസ്ട്രക്ഷൻസ്. ഇതിനേക്കാൾ നല്ല നിലയിലുണ്ടായിരുന്നതാ നമ്മുടെ അച്ഛൻ ദ ഗ്രേറ്റ് രവീന്ദ്രനാഥ് ഉണ്ടാക്കി തന്ന സ്ഥാപനം. രവിസാറിന്റെ സ്ഥാപനങ്ങളിൽ നല്ല ലാഭത്തിലായിരുന്നു അത്. അതെ, ലാഭം ഉണ്ടാക്കി. ഇഷ്ടം പോലെ പ്രോപ്പർട്ടി എനിക്ക് തന്നു. ടൗണിൽ കടമുറി, കണ്ണായ സ്ഥലം, എല്ലാം. ഇന്ന് പ്രവീൺ രവീന്ദ്രനാഥ് ഒരു പാപ്പര. എനിക്കൊന്നുമില്ല. എവിടെ പോയ എൻ്റെ സ്വത്ത്? അത് പ്രവീണിനല്ലേ അറിയൂ. എനിക്കറിയാം. പഴയൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? എ ഫൂൾ വിൽ പാർട്ട് വിത്ത് ഹിസ് മണി ഇൻ നോ ടൈം. വിഡ്ഢികൾക്ക് പണത്തോട് പെട്ടെന്ന് യാത്ര പറയേണ്ടി വരും. എടി പെങ്ങളെ, ഞാനൊരു വിഡ്ഢിയായിപ്പോയി. എന്റേതെല്ലാം പോയി. വല്യേട്ടൻ വെറുതെ അതും ഇതൊന്നും പറയണ്ട. സ്വത്ത് പോയെങ്കിൽ അത് വല്യേട്ടന്റെ സ്വന്തം പ്രവൃത്തി കാരണമാണ്. അതെ, എന്റെ പ്രവൃത്തി കാരണമാ. ഞാൻ കുടിച്ച് മറിഞ്ഞ് നടന്നു, എന്റെ കമ്പനി നഷ്ടത്തിലായി. ദത്തിന്റെ കമ്പനിക്ക് കടക്കാരനായി. അയാളുടെ മോൻ വന്നപ്പോ
എന്റെ ഭാര്യ അവന്റെ കാൽക്കൽ പോയി വീണു. അവളെ അവൻ കമ്പനിയുടെ MD ആക്കി. ഞാൻ ഔട്ടായി. ഇപ്പൊ എനിക്ക് കമ്പനിയില്ല, ഭാര്യയില്ല. കമ്പനി അവള് ഭരിക്കുന്നു, അവളെ അവൻ ഭരിക്കുന്നു. അവരൊന്നിച്ച് കഴിയുന്നു. എനിക്കിതൊന്നും കേൾക്കണ്ട. നീ കേക്കണം. നിന്റെ വലിയേട്ടനൊരു വലിയ നിലയിലെത്തിയത് നീ അല്ലെങ്കിൽ പിന്നെ ആരാ കേൾക്കാൻ? എടേ, എനിക്കിപ്പോ പരമസുഖ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. ആ പിന്നെ ആകെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാ കാശില്ല. കാശില്ലാത്തോണ്ട് പെഗടിക്കാൻ വയ്യ. പെഗടിച്ചില്ല ഉറക്കം വരില്ല. ഉറക്കം വന്നില്ലേ വലിയ വിഷമാ. അച്ഛനും ഓർമ്മ വരും, അമ്മ ഓർമ്മ വരും, ഞാനൊരു കൊള്ളരാത്തവനാണെന്നുള്ള ഓർമ്മ വരും. അതുകൊണ്ട് എന്റെ പൊന്നനിയത്തി എനിക്ക് കുറച്ച് കാശാ. വലിയേട്ടൻ പോയിട്ട് കള്ളടിച്ച് കിടന്ന് ഉറങ്ങട്ടെ. വല്യേട്ടൻ ഇനി എവിടെയും പോണ്ട, എന്റെ കൂടെ താമസിക്കാം. വല്യേട്ടന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഡാർലിംഗ്. ആ വീട്ടിൽ ഇനി ഒറ്റയ്ക്ക് കഴിയണ്ട, ഇവിടെ താമസിക്കാം. യു ആർ ഗ്രേറ്റ്. ഭക്ഷണവും വസ്ത്രവും എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു കാറും തരാം. വേണമെങ്കിൽ പുതിയൊരു കമ്പനിയും തുടങ്ങാം. വല്യേട്ടൻ അതിന്റെ കാര്യങ്ങൾ നോക്കാം. എനിക്കിതൊന്നും വിശ്വസിക്കാൻ വയ്യ. വിഷ്ണു, എന്റെ ഒരു ലക്കേ. രവീന്ദ്രനാഥിന്റെ മകൻ ആള് ഭാഗ്യവാൻ തന്നെ. പക്ഷേ മദ്യപിക്കാൻ പറ്റില്ല. എന്തോ? കുടിക്കാൻ ഒരു ചില്ലി പൈസ ഞാൻ തരില്ല. കുടിക്കാനെന്നല്ല, ഒന്നിനും ഞാൻ പൈസ കൈ തരില്ല. അതെന്നോട് ചോദിക്കരുത്. അത് ശരി. ഇപ്പൊ എല്ലാം മനസ്സിലായി. നീ വലിയ പണക്കാരിയായി പോയല്ലേ. സ്വത്തിന് സ്വത്ത്, സ്വന്തം കമ്പനി. ഗുഡ്. എന്റെ അനിയത്തി വളരെ മിടുക്കിയായിരിക്കുന്നു. നിന്റെ ചേട്ടത്തിയെ പോലെ തന്നെ മിടുക്കി. നിന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് കയറി വന്ന ഞാനാടി വിട്ടി. അല്ലെങ്കിൽ ഞാൻ വിട്ടിയാ. കേട്ടോ മിസ്സസ് രവീന്ദ്രനാഥ്, മകള് മൂത്ത ആങ്ങളിക്കെന്ന ഉപദേശം ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക്സ്. വല്യേട്ടൻ നിക്ക്, ഞാൻ പറയട്ടെ. പ്രവീൺ പറയട്ടെ. നീ ആരുടെ എന്നോട് പറയാൻ? എടേ, നീ ചെവിക്ക് നുള്ളിക്കോ. നീ ഇതിന് പശ്ചാത്തപിക്കും, നോക്കിക്കോ. വല്യേട്ടൻ പോവരുത്. ഞാൻ പോവും. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും. കള്ളു കുടിക്കും, വഴി കിടക്കും, നോക്കിക്കോ. മദ്യപിക്കരുതെന്ന് എന്നോട് പറയുന്ന ആരായാലും, അത് അവനായാലും അവളായാലും എന്റെ ശത്രുവാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ വിടറി. വല്യേട്ടാ, ഞാൻ പറയട്ടെ. വല്യേട്ടാ, വല്യേട്ടാ.